ചില ഡ്രസ്സിന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു മത്സര രംഗം നമ്മൾ കാണുകയാണ്. മത്സര രംഗം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നമുക്ക് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കും. കാരണം ഒരു വശത്ത് ഈശോ ജ്ഞാനസ്നാനം നൽകുന്നു, മറുവശത്ത് ഈ സ്നാപകയോഹന്നാൻ ജ്ഞാനസ്നാനം നൽകുകയാണ്. അങ്ങനെ സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാര് ഈശോയുടെ അടുക്കിലേക്ക് ഒരുപാട് പേര് പോകുന്നത് കണ്ടിട്ട് സ്നാപകയോഹന്നാനോട് ഒന്ന് പറയുകയാണ്, നീ ആരെ കുറിച്ചാണോ പ്രസംഗിച്ചിരുന്നത് അവന്റെ അവിടെ സ്നാനം നൽകുന്നുണ്ട്, അവിടെ ഒരുപാട് പേര് അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വളരെ അസൂയ നിറഞ്ഞ ഒരു മനസ്സോട് കൂടിയിട്ട് ഈ ശിഷ്യൻ സ്നാപകയോഹന്നാനോട് പറയുകയാണ്. സ്നാപകയോഹന്നാന് പലതും ചിന്തിക്കാമായിരുന്നു, പക്ഷെ ഏറ്റവും ഒടുവിൽ സ്നാപകയോഹന്നാൻ പറയുകയാണ്, അവന്റെ അടുത്തേക്ക് ആളുകളൊക്കെ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. മറ്റൊരാള് വളർന്നു വരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാള് എൻ്റെ ഒരു സുഹൃത്തായിരിക്കാം, എൻ്റെ ഒരു ബന്ധുവായിരിക്കാം, എൻ്റെ സഹപ്രവർത്തകനായിരിക്കാം, അവൻ വളർന്നു വരുന്നത് കാണുമ്പോൾ അതിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അല്ല, മറ്റുള്ളവൻ്റെ തളർച്ചയിൽ നമ്മൾ സന്തോഷിക്കുന്നത്, മറ്റുള്ളവരുടെ വളർച്ചയിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് അഭിമാനിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപകയോഹന്നാൻ നമുക്ക് അതിനൊരു മാതൃക നൽകുന്നുണ്ട്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം, ഞാൻ കുറഞ്ഞാലും കുഴപ്പമില്ല, അവനൊന്നും വളർന്നു കാണട്ടെ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ സ്നാപകയോഹന്നാനെ പോലെ ചിന്തിക്കാനായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.